ഈ യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇസ്രയേലിൽ നിന്ന് അത്ര നല്ലതല്ലാത്തൊരു വാർത്ത കേൾക്കുന്നു. ഇസ്രയേൽ കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോയി, ഇസ്രയേലിൽ അന്ധകാരം നിറയാൻ പോവുകയാണ് എന്നാണ് കേൾക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അങ്ങനൊരു വാർത്ത, അതായത് കഴിഞ്ഞ ദിവസം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അദ്ദേഹം ഒരു ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നു. കാരണം കൊളംബിയയാണ് ഏറ്റവും കൂടുതൽ കൽക്കരി കയറ്റുമതി ചെയ്യുന്നത്. കൽക്കരിയിലാണ് ഈ വൈദ്യുതിക്ക് ഇസ്രയേൽ ആശ്രയിച്ച് താപനിലയങ്ങളാണ്. അവർക്ക് മറ്റേ നദികളും കടൽ തീരവും ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈഡൽ പ്രൊജക്ട്സ് ഒന്നുമില്ല അങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് ഈ ഫെബ്രുവരി മുതൽ ഈ ഗുസ്താവോ പെട്രോ കൊളംബിയൻ പ്രസിഡന്റ് ഇങ്ങനൊരു ശീതസമരം തുടങ്ങിയതാണ്. ഈ ഹമാസിനെതിരെ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് ശരിയല്ല, ജനോസൈഡാണ്, വംശഹത്യയാണ്, അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ ആയുധം ഇസ്രയേലിൽ നിന്ന് വാങ്ങുന്നതല്ല എന്ന് ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു. ഫെബ്രുവരി അവസാന വാരം. ആ സമയത്ത് നബുൽസി എന്ന് പറയുന്ന സ്ഥലത്ത് 118 ഈ ഹമാസിൻ്റെ ആളുകൾ കൂട്ടക്കൊല ചെയ്തതായിട്ട് ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്തെന്നൊരു വാർത്ത വന്നിരുന്നു. അത് കഴിഞ്ഞ് മെയ്യിൽ നയതന്ത്ര ബന്ധം വെച്ചു ഇസ്രയേലുമായിട്ട് കൊളംബിയ. അത് കഴിഞ്ഞിട്ട് ജൂണിൽ പറഞ്ഞിരുന്നു ഞങ്ങളിനി ഈ കൽക്കരി കയറ്റുമതി ഇസ്രയേലിലേക്ക് ഉള്ളത് നിർത്തുകയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആളുകൾ അത്ര വിശ്വസിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട് കൊളംബിയയും ഇസ്രയേലും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇത് നിർത്താൻ പറ്റില്ല. വലിയ കോമ്പൻസേഷനൊക്കെ കൊടുക്കേണ്ടി വരുന്ന അവിടുത്തെ മൈനേഴ്സ് കമ്പനികളുടെ അസോസിയേഷൻ ഇത് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് അറിഞ്ഞൂടാ, പ്രാന്താണോ എന്നറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം ഒപ്പിട്ടിട്ടുണ്ട്, ഗസറ്റിൽ ഇത് പരസ്യം ചെയ്തിട്ടുണ്ട്. ഗസറ്റിൽ പരസ്യം ചെയ്ത് 5 ദിവസം കഴിയുമ്പോൾ ഇത് നിലവിൽ വരുന്നു പറഞ്ഞിട്ടുമുണ്ട്. അതായത് കൽക്കരി കൊടുക്കില്ല. കൽക്കരി കൊടുത്താൽ വന്നാൽ ഇസ്രയേലിലെ താപനിലയങ്ങൾ പ്രവർത്തിക്കില്ല. താപനിലയങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ ഇസ്രയേലിന് വൈദ്യുതി ഉണ്ടാവത്തില്ല. ഈ യുദ്ധവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അങ്ങോട്ട് കിട്ടുന്നതൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു വെക്കേണ്ടി ആക്രമണങ്ങൾ. കാരണം ഇരുട്ടിലുമൊക്കെ എന്താ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ. $450 മില്യൺ കൽക്കരിയാണ് 2023 കൊളംബിയയിൽ നിന്ന് മാത്രം വാങ്ങിച്ചിരിക്കുന്നത്. ഇത് അവർ 6ാമത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് കൽക്കരിയുടെ കൊളംബിയ. അത് കപ്പൽ വഴി അയക്കുന്ന കൂട്ടത്തിൽ സൗത്ത് അമേരിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് 56.4 മില്യൺ ടൺ 2023 ആഗോളമായിട്ട് അവർ കയറ്റി അയച്ചിട്ടുണ്ട്. കൽക്കരി ഹൈഡ്രോ കാർബണാണ് പ്രധാനമായിട്ടും കയറ്റി അയച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥയായിട്ട് കാണുന്നത്. അപ്പോൾ ഇസ്രയേൽ അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോൾ നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാനിരിക്കുകയാണ്. ഈ കൽക്കരിയിലുള്ള ഡിപ്പെൻഡൻസ്, ആശ്രയത്വം മാത്രമല്ല അത് വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, മലിനീകരണം ഉണ്ടാക്കും. എക്സാക്ട്ലി. അതാണല്ലോ ചൈനയിലുമൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്താനും ഒക്കെ ആയിട്ട് ഈ കാർബൺ എഫ്യൂഷൻ ധാരാളമായിട്ട് വരുന്നതുകൊണ്ട് ഇതൊക്കെ നിർത്താനായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉടമ്പടി ഒക്കെ പാസ്സാക്കി നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ 75% കൽക്കരിയിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 79%ത്തിലേക്ക് മാറാൻ, നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാനാണ് അവരുടെ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. 7% റിന്യൂവബിൾ എനർജി. ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. 2025 ആകുമ്പോൾ കൽക്കരി അവസാനിപ്പിക്കുക. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ഇസ്രയേലിനെ സംബന്ധിച്ച് അസാധ്യ കാര്യങ്ങളുടെ ആശാന്മാരാണ്. 5 ദിവസമുണ്ട്. 5 ദിവസം കൊണ്ട് ഒരുപക്ഷെ ഇസ്രയേൽ ഈ കൽക്കരി പ്ലാന്റുകളെ വളരെ എളുപ്പത്തിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന പ്ലാന്റുകളാക്കി മാറ്റാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലാന്റ് ഹാദൻ റോബിൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കൽക്കരി പ്ലാന്റ് നാച്ചുറൽ ഗ്യാസിലേക്ക് അവർ കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അത് വളരെ യുദ്ധകാലത്തിലാണല്ലോ. യുദ്ധകാലത്തിൻ്റെ എല്ലാ സവിശേഷതകളും കണക്കിലെടുത്ത് അത് ചിലപ്പോൾ ഇസ്രയേലിൻ്റെ ആളുകൾ അഹോരാത്രം പണിയെടുത്ത് മാറ്റിയെന്ന് വരാം. അപ്പോൾ ഗ്യാസ് കിട്ടേണ്ട പ്രശ്നം അപ്പോഴും ഉണ്ട്.
അപ്പോൾ ഇത് വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനിപ്പോൾ ആവശ്യത്തിന് ആയുധം കൊടുക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിന് കൽക്കരിയും കൊടുക്കാൻ കഴിയും. അതൊക്കെ ചെയ്യാം. നമുക്ക് കൽക്കരി പാടങ്ങളുണ്ട്, ഗ്യാസ് ഉണ്ട്, അത്യാവശ്യം നാച്ചുറൽ ഗ്യാസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു അടിയന്തര ഘട്ടത്തിൽ ഇത്ര വേഗത്തിൽ എത്തിക്കാൻ കഴിയുമോ? ഷിപ്പ് ചെയ്യാനല്ലേ പറ്റുള്ളൂ, എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എയർ കൽക്കരിയൊക്കെ വിമാനത്തിൽ കൊണ്ടുപോകും, പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കുമല്ലോ. കാരണം അത് ഇവർ കപ്പലിലാണ് കൊളംബിയ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ എക്സ്പോർട്ടറാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ 9ാം തവണ കഴിഞ്ഞ ഞായറാഴ്ച ആന്റണി ബ്ലിങ്കൻ അമേരിക്കൻ സെക്രട്ടറി ടെൽ-അവീവിലെത്തി വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഹമാസ് അതിനോട് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കരാറുമായി ബ്ലിങ്കൻ ചെല്ലും, അപ്പുറത്തൂടെ കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കും. ഇസ്രായേൽ അത് തന്നെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാസയിൽ നിന്ന് മുഴുവൻ ഇസ്രായേൽ പിൻവലിച്ചാലേ ഞങ്ങൾ ഈ വെടിനിർത്തലിന് തയ്യാറുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെടിനിർത്തൽ അസംഭവ്യമാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഈ കൊളംബിയയുടെ ഈ ഇരുട്ടിലേക്ക് ഇസ്രായേലിനെ നയിക്കാനുള്ള പരിപാടി. അത് ബാഹ്യശക്തികളും അതിൻ്റെ പിന്നാലെ ഉണ്ടാവും, തുർക്കിയൊക്കെ പോലുള്ള. പക്ഷേ കൊളംബിയ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കൊന്നുമില്ല. ഇസ്രായേൽ ഇപ്പോൾ 5 ദിവസത്തെ ഒരു കാലാവധിയുണ്ട്. 5 ദിവസത്തിനുള്ളിൽ ബദൽ സംവിധാനം അവർ കണ്ടെത്തും. അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വരും. കൽക്കരിയുള്ള രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ യുദ്ധത്തിനിടയ്ക്ക് ഒരു രാജ്യത്തെ ഇങ്ങനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ മറ്റൊരു മുഖം തുറക്കലാണ്. ഇതൊരു നിശബ്ദമായ യുദ്ധം തന്നെയാണ് കൊളംബിയ ഇപ്പോൾ ഇസ്രായേലിനോട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരുപക്ഷെ ഇസ്രായേൽ എങ്ങനെ നേരിടും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ കൊളംബിയ ഈ ഫെബ്രുവരി മുതൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇസ്രായേലിന് അറിയാം. ഇയാൾ ജൂണിൽ ഇത് നിർത്തുന്നു പറഞ്ഞതുമൊക്കെ അറിയാമായിരിക്കും. ഒരു ബദൽ സംവിധാനം അവരുണ്ടാക്കി ലോകത്തിനെ അറിയിച്ചിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ. ഒരു ബദൽ സംവിധാനം ഇതിനകം കണ്ടെത്തി കാണും. ഒരുപക്ഷെ ഇതിനകം തന്നെ ഇസ്രായേലിൻ്റെ പ്ലാന്റുകളെല്ലാം, തെർമൽ പ്ലാന്റുകളെല്ലാം നാച്ചുറൽ ഗ്യാസിലേക്ക് മാറിയിട്ടുണ്ടാവാം. ഏതായാലും ഇസ്രായേലിനെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് മക്കളെ എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു അയാൾ കാണിച്ചത് മണ്ടത്തരമാണോ എന്നുള്ളത് 2-3 ദിവസത്തിനകം അറിയാം. കാരണം ആ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അയാളോട് അതെ കമ്പനികൾ പറയുന്നുണ്ട്. കമ്പനികൾക്ക് സംബന്ധിച്ച് ഇത് നഷ്ടം വന്നാൽ സഹിക്കേണ്ടി വരുന്ന കമ്പനികളാണ്. അതെ, രാജ്യാന്തര കോടതിയിലൊക്കെ. അതെ. അപ്പോൾ ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാരണം പലതരത്തിലുള്ള സമ്മർദ്ദമാണ് അവരുടെ മേലിൽ വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറാൻ നിൽക്കുന്നു. പക്ഷേ ഇറാൻ ഇപ്പോൾ ഈ പഴയൊരു മൂച്ചൊന്നുമില്ല. ഇറാൻ ഇപ്പോൾ യുദ്ധം വേണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. അതെന്തായിരിക്കും ഒരുപക്ഷെ ഇറാൻ ഇപ്പോൾ പെട്ടെന്നൊരു ബാക്ക് സ്റ്റെപ്പ് വെക്കാൻ കാരണം? അല്ല, പുതിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു. പുതിയ പ്രസിഡന്റ് വന്നിട്ട് ഉടനെ ഈ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ ലെബനനിൽ ഒക്കെയുള്ള ഈ ഹിസ്ബുള്ള ഇതിനെയൊക്കെ തുടച്ചു നീക്കും, ഉന്മൂലനാശം വരുത്തും ഇറാൻ എന്നുള്ള ഒരു. പിന്നെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീതി അവരുടെ ആണവ നിലയങ്ങൾ തകർത്ത് കളയും എന്നുള്ളതാണ്. അത് സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര പ്രാകൃത കാലത്തേക്ക് തിരിച്ചു പോകുന്നവരെ. കാരണം ലോകത്തിൻ്റെ ആരുടെയും സഹായമില്ലാതെയാണ് എന്ന വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചിട്ടാണ് ഇറാൻ ആണവശക്തിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും കള്ളക്കടത്തായൊക്കെയാണ് ഇവർ ഈ ആണവായുധങ്ങളും ഈ മറ്റേ പ്ലൂട്ടോണിയം, യുറേനിയം ഒക്കെ ഇവർ സംഭരിച്ചതും സംഘടിപ്പിച്ചതും. അതെല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോയാൽ ഇനി പഴയ പോലെ അത്ര ഈസി ആയിട്ട് ഇതും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടി, രാജ്യത്തിൻ്റെ താല്പര്യം. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇറാന് സത്യത്തിൽ ഒരു താല്പര്യമില്ല. കാരണം പലസ്തീനിൽ എന്ത് സംഭവിച്ചാലും ഇറാൻ്റെ പൊളിറ്റിക്സ് വെച്ച് അവർ ഷിയാക്കളാണ്, പലസ്തീനികൾ സുന്നികളാണ്. സുന്നികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സ് മുഴുവൻ ബലി കൊടുക്കണമെന്ന് ഇറാൻ ആലോചിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അതെ, അവർ 3000 കോടി രൂപ ഹമാസിനൊക്കെ കൊടുത്ത് സുന്നികൾ ചത്തോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതേ ആകാൻ വഴി. അവരവരുടെ ഈ ആണവ നിലയൊക്കെ സംരക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നേരത്തെ സിറിയയിൽ ഇറാൻ സഹായിച്ചിട്ടൊരു ആണവ നിലയം പണിയുമ്പോൾ തന്നെ ഇറാൻ അത് തകർത്തു. തമാശയുണ്ട്. സുന്നികളാണ് പലസ്തീനികൾ, സുന്നികളുടെ രാജ്യമാണ് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുമൊക്കെ. അവരെല്ലാം കൈ കെട്ടി നോക്കി നിൽക്കുകയാണ്. അടിമേടിക്കുന്നതും നഷ്ടം പറ്റുന്നതും സുന്നികളുടെ പരമ്പരാഗത ശത്രുക്കളായ ഇറാനാണ്, ഹിസ്ബുള്ളയാണ്, ഹൂത്തികളാണ്, ഷിയകളാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പലസ്തീനിലെ സുന്നികൾക്കൂടെ പലസ്തീനിലെ സുന്നികളെ സഹായിക്കേണ്ട ലോക സുന്നികൾ കേരളത്തിൽ മാത്രം ജാഥ നടത്തുന്നുണ്ട്. പിന്നെ സുവനീറിന് പേര് സുവനീറിന് പേര് യൂത്ത് ഹോസ്റ്റലിന് പേരിടുന്നുണ്ട്. അതെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ആണവ നിലയത്തിൻ്റെ അടുത്ത കാലത്ത് ബോംബിടുകയൊക്കെ ചെയ്തിരുന്നു, ഡ്രോൺ അറ്റാക്കും ഒക്കെ. അപ്പോൾ ആണവ നിലയത്തിനെതിരെ ആക്രമണം ഇറാനിൽ ഉറപ്പാണ്. ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിതിനു മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭീഷണിക്കിടക്കെയാണ് ഇപ്പോൾ. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസാണ് താപനിലയങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അതിനെ ഈ കൊളംബിയൻ ഭീഷണിയെ എങ്ങനെ ഇസ്രായേൽ മറികടക്കുമെന്ന് നമുക്ക് 2-3 ദിവസം കാണാം. ഒരുപക്ഷെ ഈ ഇസ്രായേലിൻ്റെ ഒരു വിൽ പവർ, മൈറ്റി പവർ വീണ്ടും കാണുന്ന ഒരു ചരിത്രമായി അത് മാറിയേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.